വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എൻജിൻ ട്രബിൾ എന്ന ചാപ്റ്ററാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ നറേറ്റർ റീകോളിംഗ് ആൻ ഇവന്റ് വെൻ എ ട്രാവലിംഗ് ഫെയർ ഗേറ്റി ലാൻഡ് സെറ്റപ്പ് ഇൻ ഹിസ് ടൗൺ. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നറേറ്റർ അവരുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ഇവന്റിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ദ ഫെയർ ഈസ് ഫുൾ ഓഫ് ഗെയിംസ്, മാജിക് ഷോസ് ആൻഡ് അതർ എൻ്റർടൈൻമെൻറ്റ്സ്. ഒരു സർക്കസ് പോലുള്ള പ്രോഗ്രാമാണ്. അതിൽ ഗെയിംസും മാജിക് ഷോസും വേറെ കുറേ എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ഇസ് എ ലക്കി ഡ്രോ. ദ ഫസ്റ്റ് പ്രൈസ് ഇസ് എ ബിഗ് റോഡ് എഞ്ചിൻ, എ ഹെവി സ്റ്റീം മെഷീൻ യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. ആ പ്രോഗ്രാമിലെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ലക്കി ഡ്രോ. അതിൽ ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഒരു റോഡ് എഞ്ചിനാണ്. നമ്മുടെ നറേറ്റർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുകയും ചെയ്തു. At first, he feels very happy and proud. People gather around to see the huge engine kept on the Gymkhana ground. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര പ്രൗഡും അതുപോലെ തന്നെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ആ ഹ്യൂജ് എഞ്ചിൻ കാണാൻ വേണ്ടി ചുറ്റും കൂടിയിട്ടുണ്ട്. Soon he realized that the engine is too big and heavy. He can't move it, store it or use it anyway. കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് നല്ല ഹാപ്പി ആയിരുന്നെങ്കിലും പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ആ എഞ്ചിൻ വളരെ വലുതാണ്, നല്ല ഹെവിയാണ്. അത് മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനോ അത് പ്രോപ്പറായി യൂസ് ചെയ്യാനോ ഒന്നും തനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ദ ഫെയർ ഓർഗനൈസേഴ്സ് ലീവ് ആൻഡ് ദ എഞ്ചിൻ റിമൈൻ ഓൺ ദ ഗ്രൗണ്ട്. ദെൻ ദ മുനിസിപ്പൽ അതോറിറ്റീസ് സെൻഡ് ഹിം എ നോട്ടീസ്. ഷോ കഴിഞ്ഞതിന് ശേഷം ആ ഓർഗനൈസേഴ്സ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ എഞ്ചിൻ ഗ്രൗണ്ടിൽ ബാക്കിയായി. മുനിസിപ്പൽ അതോറിറ്റീസ് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്രൗണ്ട് മുനിസിപ്പൽ അതോറിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. They tell him he must remove the engine or pay rent for keeping it there. മുനിസിപ്പൽ അതോറിറ്റീസ് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുന്നതിനുള്ള റെൻറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നു. സിൻസ് ഹി കുഡ് നോട്ട് അഫോർഡ് ദ റെൻറ്റ്, ഹി ട്രൈ ടു സെൽ ദ എൻജിൻ ബട്ട് നോബഡി വാണ്ടഡ് ഇറ്റ്. ആ റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ എൻജിന് സെല്ല് ചെയ്യാൻ നോക്കി. പക്ഷേ അത് ആരും വാങ്ങുന്നില്ല. ആർക്കും അതിനോടൊരു ഉപകാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും വാങ്ങുന്നില്ല. ഫൈനലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കൂലീസ് ആൻഡ് എ ടെമ്പിൾ എലിഫൻറ്റ് ഹി ട്രൈസ് ടു മൂവ് ഇറ്റ്. ആ എൻജിൻ വർക്ക് ചെയ്യിപ്പിക്കാൻ, അത് ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ആരും തന്നെ ആ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കൂലീസിനെയും എലിഫൻറ്റിൻ്റെ സഹായത്തോടെ കൂടിയും അത് മൂവ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. ബട്ട് സഡൻലി ദ എൻജിൻ റോൾസ് ഡൗൺ ആൻഡ് ക്രാഷസ് ഇൻ ടു ദ കോമ്പൗണ്ട് വാൾ, ബ്രേക്കിംഗ് ഇറ്റ്. പക്ഷേ അങ്ങനെ മൂവ് ചെയ്യിക്കാൻ നോക്കുന്ന സമയത്ത് എൻജിൻ പെട്ടെന്ന് ഉരുണ്ടു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കോമ്പൗണ്ട് വാൾ തകർക്കുകയും ചെയ്തു. ദ നറേറ്റർ നൗ ഹാഡ് മെനി പ്രോബ്ലംസ്. ഇതുമൂലം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഹി ഹാഡ് ടു റീബിൽഡ് ദ ബ്രോക്കൺ വാൾ. അദ്ദേഹം നേരിട്ടുള്ള ഫസ്റ്റ് പ്രശ്നമാണ് ആ പൊട്ടിപ്പോയിട്ടുള്ള വാള് റീബിൽഡ് ചെയ്ത് കൊടുക്കണം. ഹി ഹാഡ് ടു പേ ദ വേജസ് ഓഫ് 50 men ഹു റാൻ അവേ ബിഫോർ ഫിനിഷിംഗ് ദ വർക്ക്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു 15ഓളം വർക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ജോബ് അതിന് മുൻപേ തന്നെ ഓടിപ്പോയിട്ടുണ്ട്. അവർക്കെല്ലാം പേയ്മെൻറ്റും കൊടുക്കണം. ഹി ഹാഡ് ടു പേ ജോസഫ് ദ ഡ്രൈവർ ഫോർ സ്റ്റിയറിംഗ് ദ എൻജിൻ ഓവർ ദ വാൾ. അദ്ദേഹം ഒരു ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ പേയ്മെൻറ്റും അദ്ദേഹം തന്നെ അടിക്കണം. ഹി ഹാഡ് ടു പേ ദ ടെമ്പിൾ എലിഫൻറ്റ്സ് മെഡിസിൻ ബിൽ. The temple authorities did not listen when he said he didn't hire the elephant to break the wall. ടെമ്പിൾ അതോറിറ്റീസിനോട് പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല ആ വാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എലിഫൻറ്റിനോട് ആ വാൾ ബ്രേക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ടെമ്പിൾ അതോറിറ്റീസ് അതൊന്നും കേൾക്കുന്നില്ല. ഹാഡ് ടു മൂവ് ദ എൻജിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്ലേസ് ആസ് ഡിമാൻഡഡ് ബൈ ദ അതോറിറ്റീസ്. ആൻഡ് ഫൈനൽ പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ എൻജിൻ പെട്ടെന്ന് തന്നെ ആ പ്ലേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. അത് മുനിസിപ്പൽ അതോറിറ്റീസിൻ്റെ ഓർഡർ ആയിരുന്നു. ഇത്രയും പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഫൈനലി നേച്ചർ ഹെൽപ്പ് ഹിം. ദാറ്റ് ഇയർ ദർ വാസ് എൻ എർത്ത് ക്യൂക്ക്. ത്രൂ ദ എർത്ത് ക്യൂക്ക് ദ എൻജിൻ ഫാൾ ഇൻ ടു എ നിയർ ബൈ വെൽ. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് നേച്ചർ ഹെൽപ്പ് ചെയ്തു അദ്ദേഹത്തെ. ആ സമയത്ത് ഒരു എർത്ത് ക്യൂക്ക് ഉണ്ടായിരുന്നു. ആ ഭൂകമ്പത്തിൽ എൻജിൻ അടുത്തുണ്ടായിരുന്നൊരു വെല്ലിലേക്ക്, ഒരു മൂടേണ്ട ഒരു കിണറുണ്ടായിരുന്നു, അതിലേക്ക് പോയി വീഴുന്നുണ്ട്. ദ ഓണർ ഓഫ് ദ വെൽ ഇസ് ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് ഫിൽ ദ വെൽ ആൻഡ് അഗ്രീസ് ടു റിപ്പയർ ദ ഡാമേജ്ഡ് വാൾ. ദ നറേറ്റർ ഇസ് ഫൈനലി ഫ്രീ ഫ്രം ഹിസ് എൻജിൻ ട്രബിൾ. ആ കിണറിൻ്റെ ഓണർ നല്ല ഹാപ്പി ആവുന്നുണ്ട്. ബിക്കോസ് അത് മൂടാൻ നിൽക്കുന്നൊരു കിണറായിരുന്നു. അതിലേക്ക് എൻജിൻ വന്ന് വീണതുകൊണ്ട് തന്നെ അയാൾ ഹാപ്പി. ആ കിണർ മൂടുകയും ചെയ്തു. നറേറ്ററിന് വന്നിട്ടുള്ള എല്ലാ ഡെപ്റ്റ്സും ഇദ്ദേഹം ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ എൻജിൻ ട്രബിളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ RK നാരായൺ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് സമ്മറി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.